ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് √2 ഇറാഷണൽ ആണെന്ന് കാണിക്കണം. അപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴി കാണിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, നമുക്കറിയാം കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു കാര്യം നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് വിചാരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് √2 ഇറാഷണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് √2 ഇറാഷണൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? √2 ഇറാഷണൽ അല്ല എന്ന് വിചാരിക്കണം. ഇറാഷണൽ അല്ലെങ്കിൽ അതെന്താണ്? റാഷണൽ ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും, ലെറ്റ് us assume √2 ഈസ് റാഷണൽ. റാഷണൽ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ഇനി അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യുക. അപ്പോൾ അത് അസ്യൂം ചെയ്തു. ഇനി √2 റാഷണൽ ആണെന്ന് പറഞ്ഞു. റാഷണൽ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? റാഷണൽ നമ്പറിനെ നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റും. സോ √2 ക്യാൻ ബി റിട്ടൺ ഇൻ p/q ഫോം. ഈ p/q ഫോമിൻ്റെ പ്രത്യേകത എന്താണ്? ഈ p/q എന്ന് പറയുമ്പോൾ വേർ p ആൻഡ് q ആർ ഇൻറ്റീജേഴ്സ്. ഈ p/q എന്ന് പറയുമ്പോൾ p ആൻഡ് q ഇൻറ്റീജേഴ്സ് ആണ്. പിന്നെ എന്താണ്? പിന്നെ q നോട്ട് ഈക്വൽ ടു 0 ആണ്. ആൻഡ് p/q ഇസ് ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ഫോം. ലോവസ്റ്റ് ഫോമിനെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, p ആൻഡ് q ഡസ് നോട്ട് ഹാവ് കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1 എന്നാണ്. അപ്പോൾ 3 കണ്ടീഷൻസ് ആണ്. ഏതൊക്കെയാണ് ആ 3 കണ്ടീഷൻസ്? ഒന്ന്, പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആണ്, q നോട്ട് ഈക്വൽ ടു 0 ആണ്. p/q എന്ന് പറയുന്നത് അതിൻ്റെ ലോവസ്റ്റ് ഫോമിലാണ്. ഈ ലോവസ്റ്റ് ഫോമിനെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇവിടെ എന്താ പറഞ്ഞത്? പിക്കും ക്യൂവിനും 1 അല്ലാണ്ട് വേറൊരു കോമൺ ഫാക്ടർ ഇല്ല. ഉദാഹരണത്തിന് 2/3 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ അതിൻ്റെ ലോവസ്റ്റ് ഫോമിലാണ്. കാരണം 2ൻ്റെയും 3ൻ്റെയും കോമൺ ഫാക്ടർ ഏതാണ്? 1 അല്ലേ, വേറെ നമ്പർ ഇല്ലല്ലോ. ഇനി നോക്കിക്കേ, 2/4 എന്ന് പറയുന്ന നമ്പർ ലോവസ്റ്റ് ഫോമിലല്ല. കാരണം ഇതിന് കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയുണ്ട്? 2നും 4നും കോമൺ ഫാക്ടേഴ്സ് ഒന്ന് 1 ആണ്, പിന്നുള്ളത് 2 ഉണ്ട് ഇല്ലേ. അപ്പോൾ 1 കൂടാണ്ട് വേറൊരു നമ്പർ തന്നെ വന്നല്ലോ. അപ്പോൾ നമ്മളിനി വേറെ കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 കൂടാണ്ട് വേറൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാം ഇതെന്താണ്? ഇത് ലോവസ്റ്റ് ഫോമിലല്ല. ഇതിൻ്റെ ലോവസ്റ്റ് ഫോം എന്താണ്? അത് 1/2 ആണ്. കാരണം 1ൻ്റെയും 2ൻ്റെയും കോമൺ ഫാക്ടർ 1 ആണ്. അപ്പോൾ ലോവസ്റ്റ് ഫോമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമുക്ക് കോമൺ ഫാക്ടർ, ആ 2 നമ്പേഴ്സിൻ്റെയും കോമൺ ഫാക്ടറായിട്ട് നമുക്ക് 1 മാത്രമേ കിട്ടാൻ പാടുള്ളൂ, വേറൊരു നമ്പർ കിട്ടാൻ പാടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് റാഷണൽ നമ്പറിനെ p/q ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ p/q ഫോമിൻ്റെ പ്രത്യേകത എന്താണ്? അത് പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് എന്നാണ് വരുന്നത്. q നോട്ട് ഈക്വൽ ടു 0 ആണ്. p/q എന്ന് പറയുന്നത് അതിൻ്റെ ലോവസ്റ്റ് ഫോമിലാണ്. ഇനി നോക്കിക്കോ, അപ്പോൾ എന്താണ്? √2നെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റി? √2 ഇസ് ഈക്വൽ ടു p/q അല്ലേ. അതല്ല നമ്മൾ പറഞ്ഞത്, √2നെ നമുക്ക് p/q ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതിന് √2 ഈക്വൽ ടു p/q എന്ന് പറഞ്ഞ് എഴുതി. ഇനി നോക്കിക്കോ, ഞാൻ ഈ ക്യൂവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഈസ് ഈക്വൽ ടു p. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഞാൻ 2 സൈഡിലും സ്ക്വയർ ചെയ്തു. നോക്കിക്കേ, √2q ഈക്വൽ ടു p. ഇതിന് ഞാൻ സ്ക്വയർ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? 2q² ഈക്വൽ ടു p² എന്നാണല്ലോ. ഇതാവൂല്ലേ, 2q² ഈക്വൽ ടു p² എന്ന് കിട്ടി. നോക്കിക്കേ, 2 ഇൻറ്റു ഒരു നമ്പർ, 2 ഇൻറ്റു q² എന്ന് പറഞ്ഞ നമ്പറാണ് p²നോട് ഈക്വൽ. നമുക്കറിയാം 2 ഇൻറ്റു ഏത് നമ്പർ ചെയ്താലും നമുക്കൊരു ഈവൺ നമ്പർ ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കേക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? q² എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈക്വൽ ടു p² എന്നാണ് ഉള്ളത്. 2 ഇൻറ്റു q² ഈക്വൽ ടു p². അങ്ങനെയാണെങ്കിൽ p² എന്ന് പറയുന്നത് ഈവൺ നമ്പർ അല്ലേ. അതായത് 2നെ കൊണ്ട് നമ്മൾ എന്ത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്കൊരു ഈവൺ നമ്പറാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 ഇൻറ്റു q² ഈക്വൽ ടു p² എന്നാണ് കിട്ടിയത്. അപ്പോൾ p² എന്ന് പറഞ്ഞ ഒരു ഈവൺ നമ്പർ ആയിരിക്കില്ലേ. അപ്പോൾ therefore p² ഈസ് ആൻ ഈവൺ നമ്പർ. p² ഈവൺ ആണെങ്കിൽ p ഈവൺ ആവുമല്ലോ. കാരണം അതൊരു തിയറാണ്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പ്രൂവ് ചെയ്തുതരാം. ഓക്കെ, p² ഈവൺ ആണെങ്കിൽ p ഈവൺ ആണ്. therefore p² ഈസ് ആൻ ഈവൺ നമ്പർ. ഹെൻസ് എന്താണ്? p ഈസ് ആൻ ഈവൺ നമ്പർ. p ഒരു ഈവൺ നമ്പറാണ്. p ഈവൺ നമ്പർ ആണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈവൺ നമ്പേഴ്സിനെ നമ്മൾ എപ്പോഴും
2k വേർ k ബിലോങ്സ് ടു z എന്നുള്ള ഫോമിലാണ് എപ്പോഴും എഴുതാറുള്ളത്. അപ്പോൾ പീനെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? p ഈസ് ഈക്വൽ ടു 2k. ഈ നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല, ഏത് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് p എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കിട്ടാമെന്നറിയില്ല. കാരണം p എന്ന് പറഞ്ഞ നമ്പർ എന്താണെന്ന് തന്നെ നമുക്കറിയില്ല, നമ്മൾ അസ്യൂം ചെയ്തതാണ്. p ഏതോ ഒരു നമ്പറാണ് നമ്മൾ വിചാരിച്ചതാണ്. അപ്പം ആ ഒരു നമ്പർ കിട്ടാൻ വേണ്ടി എന്തോ നമ്പറിനോട് 2 മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഏതാണ് ആ k എന്നുള്ളത് നമുക്ക് അറിയില്ല, അതുകൊണ്ടാണ് k എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പം k സച്ച് ദാറ്റ് k ബിലോങ്സ് ടു z എന്ന് കിട്ടും. അപ്പോൾ ഈവൺ നമ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി, p ഈസ് ഈക്വൽ ടു 2k എന്ന് എഴുതി. അപ്പോൾ നോക്കിക്കുക, നമ്മുടെ നേരത്തെ എഴുതിയ എന്താണ്? 2q² ഈക്വൽ ടു p². ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് p ഈസ് ഈക്വൽ ടു 2k ഇൻ 1. ഇക്വേഷൻ 1ൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 2q² ഈക്വൽ ടു p² എന്നല്ല, p²ൻ്റെ അവിടെ 2k² എന്നായി. ഇനി നോക്കിക്കേ, 2q² ഈക്വൽ ടു 4k² എന്നായിട്ട് മാറുമല്ലോ. 4k². ഇവിടെ രണ്ട് സൈഡിലും 2 കോമൺ ആയിട്ടുണ്ടല്ലോ, നമുക്കത് ക്യാൻസൽ ചെയ്താൽ q² ഈക്വൽ ടു 2k² ആയി. വീണ്ടും നോക്കിക്കേ, q² എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ നമുക്കിങ്ങനെ 2 ഇൻറ്റു ഒരു നമ്പറായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത മാതിരി എന്തായി? q² ഈസ് ആൻ ഈവൺ നമ്പർ. q² എന്ന് പറഞ്ഞത് ഈവൺ നമ്പറായി. q² ഈവൺ ആണെങ്കിൽ ഒബ്വിയസ്ലി q ഈസ് ആൻ ഈവൺ നമ്പർ. q ഈസ് ആൻ ഈവൺ നമ്പർ. വീണ്ടും ഈവൺ നമ്പർ ആയതുകൊണ്ട് ക്യൂവിന് എനിക്ക് വേറെ 2 ഇൻറ്റു r എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ എഴുതാൻ പറ്റും. വേറെ r ഈസ് ആൻ ഇൻറ്റീജർ. r ഒരു ഇൻറ്റീജറുള്ള നമ്പറാണ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് കിട്ടിയ കാര്യം എന്താണ്? വി ഗോട്ട്, നമുക്ക് p ഈസ് ഈക്വൽ ടു 2k എന്നും q ഈസ് ഈക്വൽ ടു 2r എന്ന് കിട്ടി. നമ്മൾ പറഞ്ഞത് p/q എന്ന് പറയുന്നത് അതിൻ്റെ ലോവസ്റ്റ് ഫോമിലാണെന്ന് പറഞ്ഞത്. കാരണം അതിന് വേറൊരു കോമൺ ഫാക്ടർ ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വേറൊരു കോമൺ ഫാക്ടർ ഇല്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, പിക്കും ക്യൂവിനെയും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, 1 കൂടാണ്ട് വേറൊരു കോമൺ ഫാക്ടർ ഇല്ലേ, അതെന്താണ്? 2 ആണ് ആ കോമൺ ഫാക്ടർ. 1 കൂടാണ്ട് വേറൊരു നമ്പർ ഉണ്ട്, അത് 2 ആണ്. കാരണം p/q ഞാൻ എഴുതിയെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിക്കേ, p എന്ന് പറഞ്ഞാൽ 2k ഡിവൈഡ് ബൈ 2r. അപ്പോൾ എന്താണ്? k/r. വീണ്ടും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, 2നെ ഇതിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ p/q എന്ന് പറയുന്നത് അതിൻ്റെ ലോവസ്റ്റ് ഫോമിലല്ല. സോ വി ഗോട്ട് എ കോൺട്രഡിക്ഷൻ. നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി, ഒരു തെറ്റായിട്ടുള്ള കാര്യം കിട്ടി. എന്താണ്? hence we got a contradiction. എന്താണ് ആ കോൺട്രഡിക്ഷൻ? വി ഗോട്ട് എ കോൺട്രഡിക്ഷൻ ദാറ്റ് p/q ഹാസ് കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1. അതെന്താണ്? അത് 2 ആണ്. വി ഗോട്ട് എ കോൺട്രഡിക്ഷൻ ദാറ്റ് p/q ഹാസ് കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1. അതെന്താണ്? അത് 2 ആണ്. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ഒരു തെറ്റുത്തരം നമുക്കറിയാം. p/q ഒരിക്കലും എന്താണ് അതിൻ്റെ ലോവസ്റ്റ് ഫോമിലേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത ഒരു കോമൺ ഫാക്ടർ 2 അല്ലാത്ത ഒരു കോമൺ ഫാക്ടർ അവിടെ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അത് നമുക്ക് അങ്ങനെ ഒരു തെറ്റുത്തരം കിട്ടി. അതൊരു ഫാക്റ്റാണ്. p/q എന്ന് പറയുന്നത് അതിൻ്റെ ലോവസ്റ്റ് ഫോമിലാണെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. എന്നിട്ടും നമുക്കതൊരു തെറ്റായിട്ട് കിട്ടി. അപ്പോൾ ഈ തെറ്റ് വരാൻ കാരണം എന്താണ്? നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ടാണ്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? നമ്മൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് അസ്യൂം ചെയ്ത കാര്യം എന്തായിരുന്നു? അസ്യൂം ചെയ്തത് √2 ഈസ് റാഷണൽ എന്നുള്ള ഒരു ആ റോങ് ആയിട്ടുള്ള അസംഷനെ കൊണ്ടാണ് നമുക്കൊരു ഫാക്റ്റ്, ഈ p/q ലോവസ്റ്റ് ഫോമിലാണെന്നുള്ളൊരു ഫാക്റ്റാണത്. അത് നമുക്ക് തെറ്റായിട്ട് കിട്ടാൻ കാരണം എന്താണ്? നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ടാണ്. സോ therefore this is due to our wrong assumption. This is അപ്പോൾ എന്താണ് ആ റോങ് അസംഷൻ? ദാറ്റ് √2 ഈസ് റാഷണൽ. √2 റാഷണൽ ആണെന്നുള്ള റോങ് അസംഷനെ കൊണ്ടാണ് നമുക്കിങ്ങനെ വന്നത്. therefore √2 ഈസ് ഇറാഷണൽ. അതുകൊണ്ട് √2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. അപ്പോൾ ഇത്രയാണ് പ്രൂഫ്. അതായത് എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ എന്തെങ്കിലും സാധനം നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാനുള്ള സാധനത്തിൽ നമ്മൾ അതിൻ്റെ നെഗേഷൻ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. പ്രൂവ് ചെയ്യാനുള്ള സാധനത്തിൻ്റെ ഓപ്പോസിറ്റ് വിചാരിക്കുക. ഇവിടെ √2 ഇറാഷണൽ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? √2 റാഷണൽ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ റാഷണൽ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഫാക്റ്റ്, അതായത് ഓൾറെഡി ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം, അതൊരിക്കലും തെറ്റാവാൻ സാധ്യതയില്ലാത്തൊരു കാര്യം ഫോൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഫോൾസ് ആയിട്ട് വരാൻ കാരണം എന്താണ്? നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ അസംഷൻ എന്താണ്? ഫോൾസ്. നമ്മുടെ അസംഷൻ റോങ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് കിട്ടി.
നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താലേ ഇത് മനസ്സിലാവുള്ളൂ. ഡിസ്ക്രീറ്റിൻ്റെ പ്രശ്നം അതാണ്. പ്രശ്നം എന്നല്ല, അതിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. അതായത് നമുക്കിത് കൂടുതൽ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നമ്മളിത് 1-2 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് തിയറി മൊത്തം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിന് പ്രോബ്ലംസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ n² ഈവൺ ആണെങ്കിൽ n ഈവൺ ആണെന്ന്. അപ്പോൾ Q² ഈവൺ ആണെങ്കിൽ Q ഈവൺ ആണ്, P² ഈവൺ ആണെങ്കിൽ P ഈവൺ ആണ് നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ളത് കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴി നമുക്ക് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണ മുന്നേ എനിക്ക് ഒരു കാര്യം പറയണ്ട. അതായത് ഒരു ഈവൺ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റീജർ ആണ്, അത് ഒരു ഈവൺ നമ്പറാണ്. അതായത് ഉദാഹരണത്തിന് 2, 4 ഒക്കെ ഈവൺ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് അല്ലേ. അപ്പോൾ നോക്കി, ഈ ഇൻറ്റീജേഴ്സിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ജനറലി നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? n എന്ന് പറയുന്നത് ഒരു ഈവൺ ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ എന്താക്കും? അതിനെ ഈക്വൽ ടു 2k എന്നാണ് എഴുതുക. വേർ k ബിലോങ്സ് ടു z. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, n എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2k വേർ k ബിലോങ്സ് ടു z. ഇങ്ങനെ എഴുതുക. ഇനി ഒരു ഓഡ് ഇൻറ്റീജർ ആണെങ്കിൽ, ഓഡ് ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് വരിക? അത് 1, 3, 5 ഈ നമ്പേഴ്സൊക്കെയാണ് ഓഡ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്? നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റും. n ഈസ് ഈക്വൽ ടു 2k പ്ലസ് 1 വേർ 2k പ്ലസ് 1 വേർ k ബിലോങ്സ് ടു z. ഈ n എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ ആണ്, അതൊരു ഓഡ് ഇൻറ്റീജർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. ഇത് ചിലപ്പം അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു തരാണ്. ഇതിങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു ഐഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തന്നത്. കണ്ടോ, ഇത് നമുക്ക് നേരത്തെ തിയറത്തിൽ ആവശ്യം വന്നിട്ടുള്ള ഒരു പ്രൂഫാണ്. n² ഈവൺ ആണെങ്കിൽ n ഈവൺ ആണ്. ഇതും കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴി നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്കറിയാം, നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് വിചാരിക്കുക. ഇവിടെ എന്താ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? n² ഈവൺ ആണെങ്കിൽ n ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് n ഈവൺ ആണെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് വിചാരിക്കുക. അപ്പോൾ n ഈവൺ ആണെന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? n ഈവൺ അല്ല, അതായത് n ഓഡ് ആണെന്ന്. സോ അസ്യൂം, ഇതിൻ്റെ പ്രൂഫാണ് എന്താണ്? അസ്യൂം n ഈസ് ഓഡ്. n ഓഡ് ആണെങ്കിൽ നമുക്ക് n-നെ എങ്ങനെ എഴുതാൻ പറ്റും? n ഈസ് ഈക്വൽ ടു 2k പ്ലസ് 1 വേർ k ബിലോങ്സ് ടു z എന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ആണല്ലോ, നമുക്കങ്ങനെ എഴുതാൻ പറ്റൂലേ? ഇനി നോക്കിക്കേ, n² എന്ന് പറയുകയാണെങ്കിൽ, n² എന്ന് പറയുമ്പോൾ എന്താണ്? 2k പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ഇനി a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² പ്ലസ് 2ab പ്ലസ് b². അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇതെന്തായിട്ട് മാറും? 4k² പ്ലസ് 4k പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, ഈ 2 ടേമിൽ നിന്ന് എനിക്ക് 2നെ പുറത്തേക്ക് എടുത്തൂടെ? അപ്പോൾ അതെന്തായിട്ട് മാറി? 2 × 2k² പ്ലസ് 2k പ്ലസ് 1 എന്നായി. അപ്പോൾ ഇനി നോക്കിക്കേ, ഇതിനെ ഞാൻ s പ്ലസ് 1 എന്ന് എഴുതാണ്. വേർ s ഇസ് ഈക്വൽ ടു 2k² പ്ലസ് 2k എന്നായിട്ട് എഴുതാണ്. ഓക്കെ, ഇനി നോക്കിയേ, n² എന്ന് പറയുന്നത് 2s പ്ലസ് 1 ഫോമിൽ വന്നു. നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ ഒരു ഫോമിൽ എഴുതാൻ പറ്റാതെ എന്താണ്? അതിന് ഓഡ് നമ്പറിൻ്റെ ഫോമാണത് അല്ലേ? ഓഡ് നമ്പറിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക പൊതുവേ, അങ്ങനെയല്ലേ എഴുതുക? അപ്പം ഓഡ് നമ്പറിൻ്റെ ഫോമിൽ നമുക്ക് n² കിട്ടി. ഇത് സിമ്പിളൈസ് ദാറ്റ് എന്താണ്? n² ഈസ് ഓഡ്. പക്ഷേ നമുക്കറിയാം n² ഈവൺ ആണ്. കാരണം ക്വസ്റ്റ്യനിൽ നമ്മുടെ ഈ പ്രൂഫിൻ്റെ കണ്ടോ, തന്നിട്ടുണ്ട് n² ഈവൺ ആണ്. അപ്പോൾ ഇത് ഒരിക്കലും തെറ്റാവില്ല. n² ഈവൺ ആണ് തന്ന കാര്യമാണ്, അത് തെറ്റാന്ന് കിട്ടി. അപ്പോൾ തന്നൊരു സാധനം തന്നെ തെറ്റായി കിട്ടാൻ എന്താ കാരണം? നമ്മുടെ കോൺട്രഡിക്ഷൻ മെത്തേഡിൻ്റെ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ടാണ് ഈ തന്ന സാധനം തെറ്റായി പോയത്. അപ്പോൾ എന്താണ്? അപ്പം ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. സിൻസ് n² ഈസ് ഈവൺ, n² ഈവൺ ആയതുകൊണ്ട് തന്നെ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ ഡ്യൂ ടു അവർ റോങ് അസംഷൻ, നമ്മുടെ അസംഷൻ എന്തായിരുന്നു? റോങ് അസംഷൻ n ഈസ് ഓഡ്. n ഓടാന്ന് നമ്മൾ വിചാരിച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഹെൻസ് n ഈസ് ഈവൺ. അപ്പം ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ എന്താണ്? n² ഈവൺ ആണെങ്കിൽ n-ഉം എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. അപ്പോൾ ഇത് കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴി നമ്മൾ പ്രൂവ് ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ ഈ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് പ്രൂവ് ചെയ്തത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു 4 മാർക്കിനോ
ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഇനി ഒരു 5 മാർക്കോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ n സ്ക്വയർ ഈസ് ഈവൺ, ഇഫ് n സ്ക്വയർ ഈസ് ഈവൺ ദെൻ n ഈസ് ഈവൺ എന്നുള്ള ആ തിയറും കൂടി അവിടെ നിന്ന് പ്രൂവ് ചെയ്ത് വെച്ച് കൊടുക്കാം. 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. ഏത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇതാ നേരെ നമുക്ക് ക്യൂ സ്ക്വയർ ഈവൺ ആണെങ്കിൽ ക്യൂ ഈവൺ ആണെന്ന് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ക്യൂ സ്ക്വയർ ഈവൺ ആണെങ്കിൽ ക്യൂ ഈവൺ ആണെന്നും പി സ്ക്വയർ ഈവൺ ആണെങ്കിൽ പി ഈവൺ ആണെന്ന് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. പക്ഷേ കുറച്ച് അധികം മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ n സ്ക്വയറിൻ്റെയും കൂടി പ്രൂഫ് അവിടെ കൊടുക്കുക. അപ്പം അത്യാവശ്യം നല്ല മാർക്കിനുള്ളതായല്ലോ അല്ലേ. അപ്പോൾ ഇനി അടുത്തതൊരു യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ, n ഈസ് ഈക്വൽ ടു 2k+1, അതായത് ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ 2k+1 എന്ന് പറഞ്ഞിട്ട് എഴുതാം, വേർ k ബിലോങ്സ് ടു z എന്നും. ഇനി ഈവൺ നമ്പർ ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 2k, വേർ k ബിലോങ്സ് ടു z. ഇങ്ങനെയാണ് നമ്മളെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന്, ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഈ ഒരു തിയറത്തിൽ പ്രൂഫ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, അതിൽ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. കാരണം ഇതൊക്കെ തോന്നുന്നുണ്ട് അധികം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നോക്കിക്കോ, അതായത് n സ്ക്വയർ ഓടാന്ന് ഇവിടെ പറഞ്ഞു, n സ്ക്വയർ ഓടാന്ന് പറഞ്ഞു. അപ്പോൾ ഓടാണെങ്കിൽ ഓഡ് നമ്പർ നമ്മളിങ്ങനെ എഴുതാം, ഓഡ് നമ്പർ നമ്മൾ n ഈസ് ഈക്വൽ ടു 2k+1 വേർ k ബിലോങ്സ് ടു z എന്നാണ് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കെൻ്റെ സ്ഥാനത്ത് s എന്നുള്ള നമ്പർ ഉണ്ട്, ബാക്കിയെല്ലാം സെയിം ആണ്, 2ഉം 1ഉം ഒക്കെ സെയിം ആണ്. ഈ കെൻ്റെ സ്ഥാനത്ത് s എന്നുള്ള നമ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, s ഇൻറ്റീജർ ആണെങ്കിൽ നമുക്കിത് ഓടാന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് s എന്ന് പറഞ്ഞിട്ട് കിട്ടിയ സാധനം എന്താണ്, അത് 2k² + 2k ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇവിടെ ഈ 2k² + 2kക്ക് പകരമാണല്ലോ s കൊടുത്തത്. അപ്പോൾ ഇതാണെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കിക്കോ, ഈ s എങ്ങനെയാണ് ഇൻറ്റീജർ ആയെന്നാണ് കാണിക്കാൻ പോണത്. s ഇസ് ഈക്വൽ ടു 2k² + 2k, ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ അസ്യൂം ചെയ്ത സമയത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു n ഓടാണെന്നും n ഈസ് ഈക്വൽ ടു 2k+1 എന്നും k z-ലാണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കൊടുക്കാം, വേർ k ബിലോങ്സ് ടു z. ഇനി നോക്കിക്കേ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. അതായത് നിങ്ങൾക്കൊരു ഇൻറ്റീജർ കിട്ടി, ഈ ഇൻറ്റീജറിനെ സ്ക്വയർ ചെയ്താലും നിങ്ങൾക്കൊരു ഇൻറ്റീജർ തന്നെയല്ലേ കിട്ടുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ -3 എന്നുള്ള ഒരു ഇൻറ്റീജറിനെ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് 9 കിട്ടുക. 9 എന്ന് പറഞ്ഞൊരു ഇൻറ്റീജർ അല്ലേ. -1 നിങ്ങൾ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 1 ആണ്, അതൊരു ഇൻറ്റീജർ അല്ലേ. ഇനി 1നെ നിങ്ങൾ സ്ക്വയർ ചെയ്തു, നിങ്ങൾക്ക് 1 അല്ലേ കിട്ടുള്ളൂ. ഇനി 4നെ നിങ്ങൾ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 16 ആണ്, അതൊരു ഇൻറ്റീജർ അല്ലേ. ഏത് ഇൻറ്റീജറിനെ നിങ്ങൾ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റീജറേ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ k² ഇൻറ്റീജർ ആണല്ലോ, k² ഒരു ഇൻറ്റീജർ ആണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങളൊരു ഇൻറ്റീജറിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻറ്റീജറിനെ കിട്ടുള്ളൂ, വേറെ നമ്പർ കിട്ടില്ല. അപ്പം നിങ്ങൾക്കൊരു ഇൻറ്റീജറിനെ കിട്ടി. അപ്പം k എന്ന് പറയുന്നതും k² എന്ന് പറയുന്നതും ഇൻറ്റീജേഴ്സ് ആണ്. ഓക്കെ, k എന്ന് പറയുന്നതും k² എന്ന് പറയുന്നതും ഒരു ഇൻറ്റീജേഴ്സ് ആണ്. ഇനി നോക്കിക്കോ, ഒരു ഇൻറ്റീജറിനോട് നിങ്ങൾ 2 മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് വീണ്ടും ഒരു ഇൻറ്റീജറല്ലേ കിട്ടുള്ളൂ. അതായത് ഞാനിപ്പോൾ പറയണത്, ഞാൻ 3 എന്നുള്ളൊരു ഇൻറ്റീജർ എടുത്തു, അതിലോട്ട് ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 6 കിട്ടും. 6 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ അല്ലേ. ഇനി 2നെ കൊണ്ട് ഞാൻ -4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -4 എന്ന് പറഞ്ഞൊരു ഇൻറ്റീജറാണ്, അതിനെ കൊണ്ട് ഞാൻ 2നെ മൾട്ടിപ്ലൈ ചെയ്യണേ. അപ്പോൾ എനിക്ക് -8 കിട്ടി. -8 എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ അല്ലേ. അതായത് നിങ്ങളൊരു ഇൻറ്റീജറിനെ ഒരു 2 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റീജറേ കിട്ടുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ 2k² എന്നുള്ളതും 2k എന്നുള്ളതും ഇൻറ്റീജേഴ്സ് ആവില്ലേ. കാരണം k² എന്നുള്ളത് ഇൻറ്റീജറാണ്, k² നമ്മൾ 2നോട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ഇൻറ്റീജർ കിട്ടി. k എന്ന് പറഞ്ഞത് ഒരു ഇൻറ്റീജറാണ്, അപ്പം എന്താണ് നിങ്ങൾ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റീജർ കിട്ടും. ഇനി നോക്കിക്കേ, 2 ഇൻറ്റീജേഴ്സും ആഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരു ഇൻറ്റീജർ അല്ലേ കിട്ടുള്ളൂ. ഉദാഹരണത്തിന് 2 + 3 2 ഇൻറ്റീജേഴ്സാണ്, നിങ്ങൾക്ക് 5 കിട്ടും. 6 + 1 നിങ്ങൾക്ക് 7 കിട്ടും. 6 - 2 നിങ്ങൾക്ക് 4 കിട്ടും. രണ്ടും ഒരു ഇൻറ്റീജർ തന്നെയല്ലേ അല്ലേ. ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഒരു ഇൻറ്റീജർ തന്നെ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നോക്കിക്കേ, ഇത് 2 ഇൻറ്റീജർ ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സം എടുത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഇൻറ്റീജർ ആയില്ലേ. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ ആണെന്ന് കിട്ടിയല്ലോ, എസ് ബിലോങ്സ് ടു സെഡ് ആണ്, കാരണം എസ് ഒരു ഇൻറ്റീജർ ആണല്ലോ. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം ഇത് എക്സാമിന് എഴുതുന്ന ആവശ്യമൊന്നുമില്ല, പക്ഷേ ഇത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ കുറേ കുട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല. അവർ പറയും എസ് എങ്ങനെയാണ് ഇൻറ്റീജർ ആയത്, ഇപ്പോൾ n = 2s + 1 എന്നല്ല കിട്ടിയത്, അത് എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക ഇൻറ്റീജർ ആയിട്ട് കിട്ടിയെന്നുള്ളത്. അപ്പം നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് n² = 2s + 1 വേറെ s ബിലോങ്സ് ടു ഇതും s ബിലോങ്സ് ടു z എന്നും കൂടി ഒന്ന് എഴുതിയേക്ക്. അതായത് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങനെ സൈഡിലൊന്ന് എഴുതിയാൽ മതി. നിങ്ങളത് ആൻസർ എക്സാമിന് എഴുതിയാൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം എസ് എന്താണ് എന്നുള്ളത്, ഓഡ് നമ്പർ എങ്ങനെ കിട്ടി എന്നുള്ളത് പറയാമല്ലോ നമുക്ക്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇത് എക്സാമിന് നിങ്ങൾ ഇത് സൈഡിൽ ഇങ്ങനെ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊന്നുകൂടി പറഞ്ഞു തന്നതാണ്.
ചോദ്യം കണ്ടത് ഇതൊരു യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. പ്രൂവ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ് ഇഫ് 3n+2 ഈസ് ഓഡ് ദെൻ n ഈസ് ഓഡ്. അപ്പോൾ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് വിചാരിക്കുക. ഇവിടെ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? n ഓഡ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വിചാരിക്കുക. n ഓഡ് ആണെന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? n ഈവൺ ആണെന്ന്. അപ്പോൾ പ്രൂഫിൽ നമ്മൾ എന്ത് വിചാരിക്കും? പ്രൂഫ് അസ്യൂം ദാറ്റ് n ഈസ് ഈവൺ. n ഈവൺ ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി n ഈവൺ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പോൾ n is equal to 2k for k belongs to z. n നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. n is equal to 2k where k belongs to z. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? 3n+2 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ദാറ്റ് ഈസ് ഈക്വൾ ടു 3 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 2k അല്ലേ. അപ്പോൾ 2k + 2 എന്ന് എഴുതി. ഇനി നോക്കിക്കോ, ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2k എന്ന് പറഞ്ഞാൽ 6k + 2. ഇവിടെ നിന്ന് എനിക്ക് 2നെ പുറത്തേക്ക് എടുത്തൂടെ. ബാക്കി എന്താ കിട്ടുക? 3k + 1 എന്ന് കിട്ടി. ഈ 3k + 1നെ ഞാൻ 2s എന്ന് കൊടുക്കുകയാണ്. വേറെ s ഈസ് ഈക്വൽ ടു 3k + 1. അപ്പോൾ നോക്കിക്കേ, ഈവൺ നമ്പർ നമ്മൾ എപ്പോഴും നൊട്ടേറ്റ് ചെയ്യണത് 2s എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ, അല്ലെങ്കിൽ 2k എന്തെങ്കിലും ഒരു സാധനം വേറെ s ബിലോങ്സ് ടു z. ഇങ്ങനെയാണ് നമ്മൾ ഈവൺ നമ്പറിനെ നമ്മളെന്താ കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നോക്കി 3n+2 ഈസ് ഈവൺ എന്ന് കിട്ടി. വി ഗോട്ട് 3n+2 ഈസ് ഈവൺ. പക്ഷേ നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് തന്നത്? 3n+2 ഓടാന്ന് തന്നിട്ടുണ്ട്. തന്നൊരു സാധനം തെറ്റാവാൻ പാടില്ലല്ലോ. അപ്പം ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇനി നമ്മുടെ അസംഷൻ എന്തായിരുന്നു? therefore our assumption is wrong. നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ അസംഷൻ ഈസ് റോങ്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? n ഈവൺ ആയിരുന്നു എന്നാണ് നമ്മുടെ അസംഷൻ. therefore n ഈസ് ഓഡ്. n ഓടാണ്. അപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ തിയറത്തിൽ ഇപ്പോൾ എന്താ ചെയ്തത്? നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് വിചാരിച്ചു. ഇപ്പോൾ n ഓടാന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്, നമ്മൾ അപ്പോൾ n ഈവൺ ആണെന്ന് വിചാരിച്ചു. അത് വെച്ച് നമ്മൾ ചെയ്തു വരുമ്പോൾ അവസാനം തന്നൊരു സാധനം തെറ്റായിട്ട് കിട്ടും. അപ്പോൾ തെറ്റായിട്ട് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ അസംഷൻ റോങ് ആണ്. അപ്പോൾ നമ്മൾ പറയും ഇതാണ് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് കോൺട്രഡിക്ഷൻ. ശരിക്കും എളുപ്പമാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. അതായത് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത്, അതായത് എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അത് തെറ്റാന്ന് വിചാരിക്കുക. അത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഓൾറെഡി ട്രൂ ആയിട്ട് കിട്ടിയ ഒരു സാധനം ഫോൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.